Hi everyone. Today's video is going to be in Malayalam, so please keep your captions on. Hi, hello, നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരികയാണെങ്കിൽ എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസ് ആണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ദയവായി ചെക്കൗട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി വഴുതിരിങ്ങ കൊണ്ടൊരു മസാലയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഡിഷാണ്. ചപ്പാത്തിയുടെ സൈഡ് ഡിഷസിന് കുറേ അധികം ഡിമാൻഡ് വരുന്നത് കൊണ്ടാണ് ഈ റെസിപ്പി ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പച്ച കളറിൽ നീണ്ട വഴുതിരിങ്ങയില്ലേ, അതാണ് ഞാനിന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് ടൈപ്പ് വഴുതിരിങ്ങ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ദയവായി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുതായി അരിഞ്ഞ ഉള്ളി, ചെറുതായി അരിഞ്ഞ തക്കാളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം. നമ്മളിന്ന് ഉപയോഗിക്കുന്ന വഴുതിരിങ്ങ പച്ച കളറിലുള്ള നീളൻ വഴുതിരിങ്ങയില്ലേ, അതാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് കിട്ടിയില്ല വെച്ചാൽ സാധാരണ വഴുതിരിങ്ങ ഉപയോഗിക്കാം. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ് കറക്കാതിരിക്കാൻ. പിന്നെ നമുക്ക് കുറച്ച് എണ്ണ വേണം ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഇത് വഴുതിരിങ്ങ മസാല ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ, നോർമൽ എണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്, വെജിറ്റബിൾ ഓയിൽ. വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, പക്ഷെ നോർമൽ ഓയിൽ ആയിരിക്കും നല്ലത്. അപ്പൊ ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടാകട്ടെ. എണ്ണ നല്ലോണം ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം പെരിഞ്ജീരകം ആഡ് ചെയ്യാം. അതിന്റെ സ്മെല്ലൊന്ന് വരട്ടെ. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ അരച്ചു വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. ഇത് നല്ലപോലെ പച്ചമണം പോകുന്ന വരെ കുക്ക് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലോണം കുക്കായി. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് സവാള ചേർക്കാം. സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി നല്ലോണം വഴറ്റി ഒരു ലേശം ഒരു ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞു വെച്ച് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആവുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്യാം. മസാലകളൊന്ന് മൂക്കുന്നവരെ, എണ്ണയൊന്ന് പുറത്തേക്ക് വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യും. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പൊ തക്കാളി പെട്ടെന്ന് കുക്കാവും. മസാല നല്ലപോലെ കുക്കായി എണ്ണ പുറത്തേക്ക് വന്നു. ഈ സ്റ്റേജിൽ നമുക്ക് വഴുതിരിങ്ങ ആഡ് ചെയ്യാം. കുറേശ്ശായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ബ്രിഞ്ചോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസാലയിൽ നല്ലോണം കോട്ടായിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഗരം മസാല പൊടി ചേർക്കാം. അതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അടപ്പ് വെച്ച് മൂടിയിട്ടുണ്ട്, തീ മീഡിയത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് കുക്കാവണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ അടി പിടിക്കും. വഴുതിരിങ്ങ നല്ലപോലെ കുക്കായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇത് റെഡി ആയിട്ടുണ്ട്. വഴുതിരിങ്ങ മസാല റെഡിയായി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തി, പറാട്ട ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്നതാണ്. റൈസ് ഡിഷസിന്റെ സൈഡ് ഡിഷായിട്ടും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.